നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ വിജയങ്ങൾ വിളംബരം ചെയ്യാനും നിന്റെ പരാജയങ്ങൾ പറയാനും നീ ഇനി വരണ്ട. വിജയത്തിന്റെ ഏതെങ്കിലും ഒരു ചുവട് വെച്ചിട്ട് ആ വാർത്തയുമായി വന്നാ മതി. അത് ശത്രുക്കളിൽ ഒരാളുടെ മരണ വാർത്തയാണെങ്കിൽ അത്രയും നല്ലത്. പൊയ്ക്കോ. പേഷ്യന്റ് ഇന്ന് നേരത്തെ സെഡേറ്റീവ് കൊടുത്തേക്ക്. ഇന്ന് രാത്രി ചിലപ്പം വയലന്റ് ആയേക്കാം. ശരത്ത് വരുന്ന ദിവസങ്ങളിലെല്ലാം ഇത് പതിവാണല്ലോ. ശരി ഡോക്ടർ. ഡോക്ടർ, ഡോക്ടർക്ക് 25K തികച്ചുണ്ട്. 25,000 രൂപയോ? എനക്കോ? എതുക്ക്? ഇത് വേലയ്ക്ക് മുന്നാടിയുള്ള കൂലി, കൈക്കൂലി. ഇവിടെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന പേഷ്യന്റ് വിവരങ്ങൾ തിരക്കി ആരെങ്കിലും വന്നാ ഒന്നും വിട്ടു പറയരുത്. അതന്നെ. അതൊരു മുഖ്യമായ മാറ്റം. കോൺഫിഡൻഷ്യല. ഡോക്ടറോട് മാത്രം പറയാം. ഒരുപാട് ശത്രുക്കളുള്ള ആളാ എന്റെ പേഷ്യന്റ്. കോടീശ്വരി. ശത്രുക്കളെ ഭയന്ന ഇത്രയും ദൂരത്തുള്ള ഈ ആശുപത്രിയിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വന്ന എന്നാ പ്രശ്നം? അയ്യോ, പ്രശ്നമൊന്നുമില്ല. ഒരു ചിന്ന ഭയം, സന്ദേഹം. ശത്രുക്കള് തേടി പിടിച്ചെങ്ങാനും വന്നാലോ എന്ന്. അവർക്ക് എന്നെ ഫോളോ ചെയ്ത് വന്നാൽ മതിയല്ലോ. അത് ശരിയാ. ശരത്ത് കവലപ്പെട വേണ്ട, എല്ലാം ഞാൻ പാത്തുക്കറേ. എനിക്കതറിയാം. ഡോക്ടർ എന്റെ സ്വന്തം ആളല്ലേ. ഡോക്ടർക്ക് നേരെ പേഷ്യന്റ് ഞാൻ കൊണ്ടുതരും. ഞാനിപ്പൊ താമസിക്കുന്ന വീട്ടിൽ തന്നെ 4-5 എണ്ണത്തിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കൊണ്ടുവരാം. 3 എണ്ണം ഓൾഡ് പീസുകളാ, പിന്നെ ഒരു കപ്പിൾസ്. യു നോട്ടി ശരത്. ഇതൊന്ന് പിടിച്ച ഡോക്ടർ. വാങ്ങ് ഡോക്ടറെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ അമൃതത്തിനും കൂടെ എന്തെങ്കിലും കൊടുക്കണേ, വലിയ സഹായിയാവണം. അത് പിന്നെ ഞാൻ മറക്കൂ. ശരി ശരി, ഓക്കെ. ദേവിക വിളിക്കവല്ലോ ചെയ്തായിരുന്നോ? എവിടെയാണെന്നോ വല്ലതും? ഇല്ല, സേഫ് ആണെന്നൊരു വോയിസ് നോട്ട് വാട്സപ്പിൽ വന്നിരുന്നു. ടേക്ക് കെയർ എന്നൊരു മറുപടി ഞാനും അയച്ചു. എവിടെയാണെങ്കിലും ദേവിക സ്വയം സംരക്ഷിച്ചോളും. അതെ, അങ്ങനെ വേണം പെൺകുട്ടികൾ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. അതല്ലേ ഞാൻ ആ ശരവണന് നേരെ തോക്ക് ചൂണ്ടിയത്. അതും ഒട്ടും കൈ വിറയ്ക്കാതെ. കൈ വിറയ്ക്കുന്നില്ലായിരുന്നു, പക്ഷേ കരൾ ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒന്ന് പോയേ. ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ സെൽഫ് ഡിഫൻസ് കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 1-2 പേരെയൊക്കെ നേരിടാൻ എനിക്കറിയാം. സമ്മതിച്ചു. ഇതൊക്കെ എപ്പോഴോ ദേവികയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? ദേവിക വലിയ കരാട്ടക്കാരിയാണെന്ന്. അല്ല, നിന്റെ അപ്പച്ചി വരുന്നില്ലേ? ശരിക്കും ഗോവയിലേക്ക് തന്നെയാണോ പോയത്? ആണെന്നാ തോന്നുന്നു. ഇവിടെ നിന്ന് ആരോടോ പറയുന്ന കേട്ടു. അവിടെ ന്യൂ ഇയർ പ്രമാണിച്ച് എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന്. വിശാലം കൂട്ടർ ഉൾപ്പെടുന്ന ഡ്രഗ് മാഫിയ സിൻഡിക്കേറ്റുകൾക്കും തിരക്ക് പിടിച്ച സമയമാണ് ഫെസ്റ്റിവൽ സീസണുകൾ. മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ചാകരക്കാലം. അങ്ങോട്ട് നോക്കി. സ്വാമി, ഡ്രസ്സൊക്കെ ഡാഡിക്ക് കൊടുത്തോ സ്വാമി? കൊടുക്കാതെ പിന്നെ ആ ഡ്രസ്സ് കൊണ്ട് ഞാൻ എവിടെ പോവാനാ മാഡം? സാറ് പറഞ്ഞിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നു. എന്താ സ്വാമി? അല്ല, എന്റെ കൂടെ ബാംഗ്ലൂർക്ക് വരാൻ നിരഞ്ജൻ സാറ് വേഗം തയ്യാറാണ്. സ്വാമിയുടെ കൂടെയോ? എന്ന് വെച്ചാ സാറും ഞാനും ഒരുമിച്ച് പോവാന്നാണ് മാഡം ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാ സ്വാമി സാറിന് തുണ പോകുന്നു, അതാണ് കറക്റ്റ്. എന്റെ മാഡം എങ്ങനെയെങ്കിലും ആവട്ടെ, എന്നോട് പറയാൻ പറഞ്ഞ കാര്യം ഞാൻ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ സാർ പറയൂ സ്വാമി. ഒരു 50 ലക്ഷം രൂപ ജയശങ്കർ സാർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ സൂക്ഷിച്ചാ മതിയെന്നാ സാർ എന്നോട് പറഞ്ഞത്.
അതിനെന്താ, സ്വാമി സൂക്ഷിച്ചാ മതി. അപ്പൊ എന്നാ സാർ പോകുന്നത്? ആദ്യം ഡാഡി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നേരിട്ട് പറയാം തീയതി മുഹൂർത്തമൊക്കെ. എന്റെ പൊന്നു മേഡം, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ദൂതന. ദൂതനെ നോവിക്കാതെ വിടണമെന്ന രാജനീതി. ശരി, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ദൂതൻ ചെന്ന് അരുളി ചെയ്താ മതി. സാർ ഞാൻ ഇറങ്ങിയേക്കാം സാർ. അക്ഷരമോളുടെ അല്ല, അക്ഷര മേഡത്തിന്റെ മൂഡ് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. നിനക്കിത് എന്തു പറ്റി അക്ഷര? നിന്റെ അപ്പച്ചിയുടെ ബാധ നിനക്ക് കയറിയോ? ബാധയും കുന്തമൊന്നും അല്ല. പിന്നെന്താ, തുള്ളപ്പനി പിടിച്ചോ? ടെമ്പറേച്ചർ ഒന്നുമില്ല. എന്റെ ടെമ്പർ തെറ്റിക്കല്ലേ. ഡാഡിയുടെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴാ എനിക്ക് വിറഞ്ഞു വരുന്നത്. ശേടാ, അതിനിപ്പോ എന്തു പറ്റി? ഒന്നും പറ്റിയില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? 50 ലക്ഷം രൂപ സ്വാമി ഏൽപ്പിച്ചിരിക്കുന്നു സൂക്ഷിക്കാൻ. അതിനെന്താ അക്ഷര? എന്തുകൊണ്ടാ ഡാഡി അങ്ങനെ ചെയ്തേ? അദ്ദേഹത്തിന് സ്വാമി അത്രമാത്രം വിശ്വാസമുള്ളതുകൊണ്ട്. വിശ്വാസം? എന്ത് വിശ്വാസം? ഇത് നമ്മൾ ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ശേടാ, സാറ് സ്വാമിയെ കുറച്ച് പണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് എങ്ങനെ നമ്മളോടുള്ള ഇൻസൾട്ട് ആവും അക്ഷര? സാർ ഈ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ലേ? ആയിരിക്കാം. ഇത് പക്ഷെ ഇൻസൾട്ട് ആയിട്ടാ എനിക്ക് തോന്നുന്നേ. എന്തായിരുന്നു ആ പണം നമ്മൾ ഏൽപ്പിച്ച? നീ ഇത്ര മണ്ടിയാവല്ലേ അക്ഷര? ഇത്രയും വലിയ തുക വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ? നിയമപരമായി അത് സാധ്യമല്ല. പോലീസ് പിടിച്ചെടുത്ത 100 കൂട്ടം മറുപടികൾ നൽകേണ്ടി വരും. സോഴ്സ് വെളിപ്പെടുത്തേണ്ടി വരും. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു തുക വീട്ടിൽ വെച്ച അത് വീട്ടിൽ താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് കൂടി ഭീഷണിയാണ്. എല്ലാ പണവും ബാങ്കിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. അതൊക്കെ മുമ്പിൽ കണ്ട സാറിങ്ങനെ ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണ്. സ്വാമിയുടെ മുമ്പിൽ നമ്മൾ ചെറുതായ പോലെ എനിക്ക് തോന്നുന്നത്. സ്വാമിയുടെ കണ്ണില് ആ ഭാവം ഞാൻ കണ്ടതാ. അത് ഡാഡി സ്വാമിക്ക് നൽകുന്ന അമിത അധികാരവും അമിത ആത്മവിശ്വാസം നൽകുന്ന സ്വാതന്ത്ര്യം. അക്ഷര, ഇതൊക്കെ നിന്റെ തോന്നലുകളാ. ഞാൻ വീണ്ടും പറയാം, വെറുതെ ഓരോന്നും മനസ്സിലിട്ട് മെനഞ്ഞു കൂട്ടി ഒപ്പം നിൽക്കുന്നവരെ അകറ്റരുത്. മായക്കാഴ്ചകൾ കാണാനല്ല നമുക്ക് കണ്ണ്. കണ്ണടച്ചാരെയും വിശ്വസിക്കാനോ അല്ല. എന്തായാലും ഡാഡി വരട്ടെ.